ഹായ് ഫ്രണ്ട്സ്, ഹെറ്റ്മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ നിങ്ങൾ ചോദിച്ച ഒരു വ്യത്യസ്ത വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായിട്ട് പലരും ചോദിക്കുന്ന ഒരു വീഡിയോയായത്. എനിക്കെന്തോ ചെയ്യാനൊരു മടിയായിരുന്നു, ഇപ്പോഴും മടി തന്നെ ഉണ്ട്. വാട്ട്സ് ഇൻ മൈ ബാഗ്, അതിനെ കുറിച്ച് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ ഇങ്ങനെ നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ ഇടാം. പക്ഷേ എനിക്ക് ഒരു ആകാംക്ഷയുണ്ട് അറിയാൻ വേണ്ടി, നിങ്ങൾ എന്താണ് എൻ്റെ ബാഗിൽ പ്രതീക്ഷിക്കുന്നത്. അത് നിങ്ങൾ പറഞ്ഞത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് മാറ്റാനും പോകുന്നില്ല, ആഡ് ചെയ്യാനും പോകുന്നില്ല. ഉള്ളത് അതുപോലെ കാണിക്കുമെന്നും പറഞ്ഞിരുന്നു. എനിക്ക് വന്ന മറുപടി കമന്റുകൾ കണ്ടിട്ട് എനിക്ക് കരയണോ ചിരിക്കണോ ഒന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയായി പോയി. ഇനി പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല, എല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ, കാരണം നിങ്ങൾ എന്നെ അത്രയ്ക്ക് മനസ്സിലാക്കിയെന്നുള്ളതാണ്. കാരണം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കമന്റ് കിടക്കണേ, അതിൽ ഒന്നും കൂട്ടാനുമില്ല ഒന്നും കുറയ്ക്കാനുമില്ല. കൂട്ടാനെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 1-2 ഐറ്റംസ് കാണും, അത്രേ ഉള്ളൂ. ബാക്കി ഒന്നുമില്ല. ബാക്കി എല്ലാം നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ കളിയാക്കരുത്. എൻ്റെ ബാഗ് കണ്ടിട്ട് ഇതൊക്കെയാണോ ഒരു ബാഗിൽ സൂക്ഷിക്കുന്നത് എന്നൊന്നും കളിയാക്കരുത്. ഉള്ളത് അതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. എനിക്ക് ഒത്തിരി ബാഗുകളൊന്നുമില്ല, 3 ബാഗുകളുണ്ട്. ഒരെണ്ണം ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ചത്, കമ്മ്യൂണിറ്റി ടാബിൽ ഫോട്ടോയിൽ കാണിച്ചത് ഡെയിലി യൂസ് ചെയ്യുന്ന വളരെ കുറഞ്ഞ, ബ്രാൻഡഡ് ഒന്നുമല്ല, വളരെ കുറഞ്ഞ ഒരു ബാഗാ. 450 രൂപയുടെ ഒരു സാധാ ബാഗ്. അതാണ് ഡെയിലി ഞാൻ ഓഫീസിൽ കൊണ്ടുവന്നത്. കാരണം എപ്പോഴും ഞാൻ ബാഗ് എടുക്കുമ്പോൾ അല്പം വലിപ്പം നോക്കിയാണ് എടുക്കുന്നത്. കാരണം ഷോ അല്ല ഞാൻ നോക്കുന്നത്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ വെക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഒരിക്കലും ഞാൻ ബാഗിന്റെ ഷോ നോക്കാറില്ല, അതിനകത്തെ സ്ഥലം എത്രയുണ്ടെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ അതനുസരിച്ച് മേടിച്ച ഒരു ബാഗാണ് അത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ബാഗ് എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനോ കല്യാണങ്ങൾക്കോ അങ്ങനെയൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗാണിത്. ഇത് ആക്ച്വലി എനിക്ക് ജോസ്റ്റാന്റെ അനിയത്തി സൗദിയിലുണ്ട്, ഷിഞ്ചു, അവള് കൊണ്ടു തന്നതാണ്. അപ്പൊ ഇത് ഞാൻ അങ്ങനെ പൊതുവെ എല്ലായിടത്തും യൂസ് ചെയ്യാറില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബാഗായത്. ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കിപ്പോ സാധാരണ എനിക്കാണെങ്കിൽ കുറച്ച് വള്ളി കൂടുതലുള്ള ബാഗാണ് ഇഷ്ടം. ഈ കക്ഷത്ത് കയറിയിരിക്കുന്ന ടൈപ്പ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ എപ്പോഴും ഞാൻ കടയിൽ പോകുമ്പോൾ പ്രത്യേകം ഇട്ട് നോക്കും, അവരുടെ അടുത്ത് ചോദിക്കും എത്രയും നീളമുണ്ടോ അത്രയും നീളമുള്ളത് എനിക്ക് തരണേന്ന്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നീളം കൂട്ടാം. പിന്നെ അങ്ങനെ പിടിക്കണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെയും പിടിക്കാം. അപ്പൊ എനിക്ക് ഈ ബാഗ് ഒത്തിരി ഇഷ്ടമാണ്. ഇതിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരു ബാഗാണ് ഇത്, നല്ലൊരു ബാഗാണ്. ഓക്കെ, അടുത്തത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കരുത് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ എന്താ കമന്റ് വന്ന് വെച്ചാലും അത് ഇട്ടോ, എനിക്ക് പ്രോബ്ലം ഇല്ല കേട്ടോ. ഇത് കണ്ടിട്ട് ഇപ്പൊ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചാണ് പിങ്ക് വിട്ടൊരു കളിയേ ഇല്ലെന്ന്. സോറി, ഇതുണ്ടല്ലോ, എന്റെ ഡ്രസ്സുകൾ കൂടുതലും പിങ്കാ. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും പുതിയ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ മനസ്സിൽ ചിന്തിക്കും പിങ്കിലോട്ട് എന്റെ കൈ പോകത്തേ ഇല്ലെന്ന്. പക്ഷെ അറിയാതെ കൈ നീണ്ടുപോകും. എന്റെ തയ്യക്കാരനും പറയുന്ന, അവന് ഇപ്പൊ പിങ്ക് ഡ്രസ്സിനെ കാണിക്കത്തില്ല. ഞാൻ തയ്ക്കുന്നിടത്തുനിന്ന് തന്നെയാണ് ഡ്രസ് പീസ് എടുക്കുന്നത്. അപ്പൊ അവനറിയാം എന്റെ ചോയ്സ്. അതിനനുസരിച്ച് നല്ല തുണികൾ വരുമ്പോൾ എനിക്ക് ഫോൺ ചെയ്ത് പറയും. അങ്ങനെയാണ് ഞാൻ പോയി എടുക്കുന്നത്. അപ്പോ പിങ്ക് അവൻ എന്നെ കാണിക്കത്തില്ല. അവൻ എൻ്റെ അടുത്ത് പറയും, നീ എത്രയൊക്കെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് നിന്റെ കൈ അതിൽ തന്നെ വരുമെന്ന്. അപ്പോൾ അങ്ങനെ പിങ്ക് ഡ്രസ്സുകൾ കൂടുതലുണ്ട്. ഞാൻ പോലും അറിയാതെ ഫ്ലിപ്കാർട്ടിൽ ബാഗിന്റെ സെയിൽസ് ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്, കുറെ മാസങ്ങളായി. അപ്പൊ ഞാൻ പോലും അറിയാതെ ജോസ്റ്റാൻ ഓർഡർ ചെയ്ത് എനിക്ക് വരുത്തിച്ചു ഒരു ബാഗായിട്ട്. സംഭവം നല്ല കേട്ടോ, കാരണം നല്ല സ്ഥലമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു ഈ ബാഗും. അപ്പോ നല്ല ബാഗാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ റേറ്റ് 1100 1200 അങ്ങനെ എന്തോ സംതിങ്. എൻ്റെ അടുത്ത് കറക്റ്റ് പറഞ്ഞില്ല, ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ അത്രയാണ് അതിൽ കിടന്നിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മറ്റുള്ള 2 ബാഗുകൾ. അപ്പൊ നമുക്ക് ഇനി എന്താണ് എൻ്റെ ബാഗിലുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ മഹാസംഭവം. 1 2 3 4 5 ഉറകളുണ്ട് മൊത്തത്തില്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് സൈഡിലുള്ളത്, ഇത് മൊത്തം ഞാൻ യൂസ് ചെയ്യുന്നത് പൈസകൾ ഇടാനാണ്. പെട്ടെന്ന് നമുക്ക് പൈസ എടുക്കാൻ പാകത്തിന്
കൂടുതലും ചില്ലറ പൈസകളൊന്നും കിടന്ന് തപ്പേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടി ഒരു ഗോഡൗണെന്ന് തന്നെ പറയാം. പിന്നെ ഇതിലാണ് ഞാൻ ചാവി ഇടുന്നത്. കാരണം ഒത്തിരി കിടന്ന് തപ്പണ്ട. മറ്റത് മൊത്തം ഗോഡൗൺ ആണല്ലോ മറ്റേതെല്ലാം. അതിനു വേണ്ടി ഇതിനകത്ത് ചാവി, ചില്ലറ പൈസകൾ ഇഷ്ടം പോലെ കിട്ടും. കാരണം ഓട്ടോയ്ക്കും ബസ്സിനുമൊക്കെ ചില്ലറ ഒത്തിരി അത്യാവശ്യമാണ്. ഒരു പേനയും കിട്ടി, ഒരു സ്ലൈഡും കിട്ടി. ഇത് പിന്നെ ഇങ്ങനെയുള്ള പേപ്പറുകൾ എല്ലാ അറയിലും കാണും. എന്തെങ്കിലുമൊക്കെ റെസിപ്പികളോ ഒക്കെ എഴുതി വെക്കുന്നതാ. ഇതെന്തുവാ? ഇത് ഡോക്ടറിന്റെ ഒരു മെഡിസിന്റെ അല്ല, ഇത് ഇലക്ട്രിസിറ്റി ഓൺലൈൻ അടച്ചതിന്റെ. അത് ഇതുവരെ മാറ്റി വെച്ചില്ല, അതിപ്പോഴും ബാഗിൽ തന്നെ കിടക്കുക. ഇത്രയാണ് ഇതിനകത്ത് മൊത്തം ചില്ലറ പൈസകളും. ഇനി അടുത്തതിലോട്ട് പോവാം. നിങ്ങളിൽ പലരും പറഞ്ഞതൊക്കെ ഇനി ഓരോന്നോരോന്ന് വരുമേ. ഇത് ഞാൻ 2 വീലറിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അന്നേരം മാത്രമേ വെക്കാറുള്ളൂ. പിന്നെ ഇത് ബാങ്കിന്റെ കുറച്ച് പേപ്പറുകളൊക്കെ അത്യാവശ്യമായിട്ട് വന്നതെല്ലാം കൂടെ മാറ്റി ഒരു കവറിനകത്താക്കി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിനകത്ത് അങ്ങനെ ഇരിക്കും. ഇത് ബാങ്കിന്റെ ഒരു പാസ്ബുക്ക്. ഇതെപ്പോഴും എന്റെ കാണുമേ. ടിഷ്യൂ പോലെ വൈപ്പർ, അതായത് നല്ല മണമുള്ള റിഫ്രഷിംഗ് ഡിയോ വൈപ്സ്. ഇത് മിക്കവാറും എന്റെ ബാഗിൽ കാണുന്ന ഒരു സംഭവമാണ്. പിന്നുള്ളത് ഇതും നിങ്ങൾ എല്ലാരും പറഞ്ഞതാ. ഇതിൽ പൈസയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിൽ വേറെ ഒന്നുമില്ല. ATM കാർഡുകളും പാൻ കാർഡും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഈ സൈഡ് ഒരയില് 2 പെൻ ഡ്രൈവും ഉണ്ട്. ഇത് നല്ല പെർഫ്യൂം എന്ന് പറയാൻ പറ്റില്ല, അത്തർ ടൈപ്പ് എന്ന് പറയില്ലേ, അതാണ്. ഡവിന്റെ ആണ്. അപാര സുഗന്ധമായി ഇതിന്. അത് കാണും. വീണ്ടും 2 പേന കിട്ടി. ഇനി എന്തുവാ? ഒരു വലിയൊരു പിന്ന്, ഒരു പെൻ ഡ്രൈവ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതൊന്ന് ക്ലീൻ ചെയ്തായിരുന്നേ, അല്ലെന്നുണ്ടെങ്കിൽ കുറെ കച്ചറ പിച്ചറുകൾ കുറെ കിട്ടിയേനെ. ഇത് ദൈവഭാഗ്യം, ആരും പറഞ്ഞില്ല കേട്ടോ. നെയിൽ കട്ടർ ഇതെപ്പോഴും കാണും. ഇത് യൂക്കാലി. ഇതിപ്പോ യൂക്കാലി ഞാൻ കൊണ്ടു നടക്കുന്നത്. ഞാൻ ടൈഗർ ബാമാണ് മിക്കവാറും യൂസ് ചെയ്യുന്നത്. അതെപ്പോഴും കൈ കാണും, പക്ഷെ തീർന്നു. പുതിയത് ഇതുവരെ മേടിച്ചില്ല, എന്നും മറന്നു പോവും. അതിന് പകരം യൂക്കാലി എടുത്തിട്ടേക്കുന്നതാ. ഞാൻ വിചാരിച്ചു ഇതെങ്കിലും നിങ്ങൾ വിടുമെന്ന് പറയാതെ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത്, ഇത് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ ഡബ്ബ കാണിച്ചിട്ട് ഇതിൽ എന്തായിരിക്കും എന്ന് നിങ്ങൾ ഗസ് ചെയ്ത് പറയണമെന്നൊക്കെ പറഞ്ഞ് സസ്പെൻസ് ഇടാന്ന് വിചാരിച്ചതാ. പക്ഷെ ഇതുപോലെ നിങ്ങൾ വെറുതെ വിട്ടില്ല. എന്റെ ലിപ് ബാം ആണ് അത്. നിങ്ങളെല്ലാരും കുറെ പേര് കമന്റ് ഇട്ടു, നല്ല ഒറിജിനൽ നെയ്യാണിത്. ഞാൻ മറ്റു പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. നെയ്യാണ് ചെറിയിലിടുന്നത്, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഞാനിടുന്ന വ്ളോഗും വീഡിയോയും ഒക്കെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുന്നവരാണ് ഈ കമന്റ് ഇട്ടേക്കുന്നത്. അത്ര ക്ലിയർ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇത് ഫേസ് വാഷ്. എപ്പോഴും ഒന്നും വാഷ് ചെയ്യില്ല, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിങ്ങനെ കയ്യിൽ കാണും. മിക്കവാറും ഓഫീസിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിലോ പുറത്തോട്ടൊക്കെ പോകണമെങ്കിലോ എന്തെങ്കിലും പർച്ചേസിങ്ങിനോ ഷോപ്പിങ്ങിനോ, ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകണമെങ്കിലോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് മുടിയൊക്കെ ചീവി ഇറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നുമേ ഞാൻ ചെയ്യാറില്ല. ഇത് കുറെ നാളായി മേടിച്ചിട്ട്, ഇത് കണ്ടാൽ തന്നെ അറിയാലോ നിങ്ങൾക്ക് എത്ര യൂസ് ചെയ്ത് കാണുമെന്ന്. ആഴ്ച ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്യുമെന്ന് സംശയം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇത് ഫുള്ള് കാലിയായേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഈ അറ്റത്ത് ഇതിനകത്തോട്ട് കയറാം, ചെറുതിനകത്തോട്ട്. മറ്റേത് വലുതൊക്കെ കണ്ടാലേ നിങ്ങളിപ്പൊ തന്നെ ഓടും. അയ്യോ, ഇത് അടുത്ത ഒരു ഗോഡൌണാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതൊരു കവറാണ്.
ഈ ഒരു കവറിൽ എനിക്ക് അത്യാവശ്യം വേണ്ട മെഡിസിൻസാ. അതായത് പെട്ടെന്ന് എങ്ങാണ് ഒരു തലവേദനയോ പനിയോ വോമിറ്റിങ്ങോ വയറിളക്കമോ അങ്ങനെ എന്തെങ്കിലും വന്നാലൊക്കെ എപ്പോഴും ഞാൻ യൂസ് ചെയ്തതിൽ അത്യാവശ്യത്തിന് മാത്രം. ഈ സ്വഭാവം എനിക്ക് കിട്ടിയത്, ഞങ്ങള് 4 മക്കളാണ്, 4 പേരും ബോംബെയിലായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ സൂക്ഷിച്ചിരുന്നില്ല. പക്ഷേ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, നാട്ടിൽ സെറ്റിലായി. അത് കഴിഞ്ഞ ശേഷം ബ്രദർ പുറത്തോട്ടൊക്കെ പോയി തുടങ്ങി, ജോലിക്ക് പോകും, പുറത്ത് എബ്രോഡൊക്കെ പോവും, ഇടയ്ക്ക് ഇവിടെ വരും, അങ്ങനായി. അത് കഴിഞ്ഞിട്ട് ബിജീസ് കിച്ചൺ, അവളുടെയും കല്യാണം കഴിഞ്ഞു, അവള് വേറെ സെറ്റിലായി. പിന്നെ കുറച്ചുനാൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കെന്ന് വെച്ചാൽ അടുത്ത് കസിൻസ് ഒക്കെ ഉണ്ട്, ഞാൻ എന്റെ ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുറെ നാള്. അപ്പോൾ എനിക്ക് കിട്ടിയ ശീലമാണിത്. കാരണം നമ്മളെ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മളെ നോക്കാൻ ആരുമില്ല, എപ്പോഴും നമ്മുടെ കൂടെ ആരും കാണില്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രിയിലോ ഒക്കെ എന്തെങ്കിലും ആവശ്യം വന്നാലും നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ വിളിച്ചു പറയാം, എനിക്ക് പനിയാണ്, അല്ലെങ്കിൽ നിന്റെ തലവേദന എടുക്കുന്നു, തുമ്മലാണ്, അല്ലെ വോമിറ്റിംഗ് വരുന്നു, അല്ലെങ്കിൽ സർദില്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ആളുണ്ടെങ്കിൽ പറയാം. പക്ഷേ ആരുമില്ലാതെ ഒറ്റയ്ക്കാവുമ്പോൾ പാതിരാത്രിക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാല് നമ്മൾ ആരെടുത്ത് പറയാനാ? അങ്ങനെ കിട്ടിയ സ്വഭാവമാണിത്. എപ്പോഴും എന്റെ കയ്യിൽ ഇങ്ങനെ ഞാൻ സ്റ്റോക്ക് വെച്ചേക്കും, ആവശ്യത്തിന് യൂസ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ സൂക്ഷിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എന്നും ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോ ഇടയ്ക്ക് എടുക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കാൻ മറക്കരുത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് ആയത്. പിന്നെ എപ്പോഴും യാത്ര പോകുമ്പോൾ, ട്രെയിൻ യാത്രക്കൊക്കെ ആണെങ്കിലും സെപ്പറേറ്റ് ഞാനിത് ബാഗിൽ സൂക്ഷിച്ചിരിക്കും. എപ്പോ യാത്ര പോയാലും മെഡിസിൻസ് അത്യാവശ്യം വേണ്ടത് ഞാൻ സൂക്ഷിച്ചിരിക്കും. അതും നിങ്ങൾ എനിക്ക് കമന്റ് ഇട്ടു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതെല്ലാവരുടെയിലും കാണും, മൊബൈലിന്റെ ചാർജ് ചെയ്യാനും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും. പിന്നുള്ളത് ഇത് എല്ലാ ഐഡികളും പാസ്വേഡുകളും ഒക്കെ ഇതിനകത്താണ്. അതായത് ഇപ്പം ഇലക്ട്രിസിറ്റി അടയ്ക്കുന്നത് ഓൺലൈൻ വഴി, പിന്നെ പേടിഎമ്മിന്റെ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന്റെ, ഇങ്ങനെ കുറെ ഉണ്ട്. പിന്നെ കുറെ വെബ്സൈറ്റുകൾ ഓൺലൈൻ വഴി മേടിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും സ്നാപ്ഡീറ്റ്, മിന്ത്ര, ഇങ്ങനെ കുറെ ഉണ്ടല്ലോ. അപ്പോ അതെല്ലാം എന്ത് പർച്ചേസ് ചെയ്താലും ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം ഇതിനകത്ത് ഐഡികൾ എഴുതി വെക്കും, പാസ്വേഡ് എഴുതി വെക്കും. കാരണം കുറെ ഉണ്ട്, എല്ലാം കൂടെ അല്ലെങ്കിൽ മറന്നു പോകും. ഇത് ഇപ്പൊ ഇളകി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് മേടിച്ചിട്ട് ഇതിനകത്തോട്ട് എല്ലാം കൂടെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കുറച്ചൊക്കെ എഴുതി. നിങ്ങൾ കുറെ പേര് എനിക്ക് കമന്റ് ഇട്ടു അത്യാവശ്യം പിന്നെ ഫോൺ നമ്പറുകൾ കാണുമെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ അങ്ങനെ ഫോൺ നമ്പർ പണ്ട് ഞാനിങ്ങനെ അത്യാവശ്യമുള്ള ഫോൺ നമ്പരൊക്കെ ബുക്കിൽ എഴുതി സൂക്ഷിക്കുമായിരുന്നു. കാരണം എപ്പോഴേലും മൊബൈല് നമുക്ക് നഷ്ടമായാൽ അത് അത്യാവശ്യമാണ്. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ അതില്ല. അപ്പൊ ഇനി അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം, അത്യാവശ്യമുള്ള ഫോൺ നമ്പറുകൾ. അപ്പൊ അതിനു വേണ്ടിയുള്ളതാണ് ഇത്. പിന്നെ ഒരു ബാൻഡ് കിട്ടി, പിന്നെയും പേന. ഇതൊന്ന് പേന കച്ചവടം കുറെ കിട്ടി ഇപ്പൊ പേന. ഇത് ജോസന്റെ ഹോസ്പിറ്റലിലെ രജിസ്ട്രേഷൻ കാർഡ്. വീണ്ടും പേന. അയ്യോ, ഓരോന്നിലും ഈ പേന കിട്ടും. പിന്നുകള്, ചീപ്പ്. ഞാൻ പറഞ്ഞില്ല, ഇത് എന്നും സാധാരണ എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോ നല്ല ചീപ്പ് മുടിയൊക്കെ ചീവി കെട്ടി സുന്ദരിയായിട്ടാണ് വരുന്നത്. ഞാൻ ചെയ്യാറില്ല. എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യത്തേ. ഇതെല്ലാവർക്കും മനസ്സിലായി കാണും, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മനസ്സിലായി കാണും. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അപ്പോ അത് കാലിയായേ. ഇതും ഇതിനകത്ത് കിടന്നതാ. കൂടുതലും ഇത് എവിടെയെങ്കിലും ലോങ് യാത്ര ചെയ്യുമ്പോഴോ പിന്നെ അടുക്കള പാചകത്തിന് നിൽക്കുമ്പോഴും മുടി ഫ്രണ്ടിലോട്ടൊക്കെ പറന്നു കിടക്കാതിരിക്കാൻ യൂസ് ചെയ്യും. ഇത് ഇതിനകത്ത് വെച്ചിരിക്കുന്ന വേറെ ഒരെണ്ണം വീട്ടിലെ യൂസിനുണ്ട്. പിന്നെ ഈ സൈഡ് ഒറയിലോ അല്ലെങ്കിൽ ഈ ഇപ്പുറത്തെ സൈഡ് ഒറയിലാണ് ഞാൻ എൻ്റെ ഫോണും ഇടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗോഡൌണിലോട്ടൊന്ന് പോകാം. ഇത് നമ്മുടെ കുക്കിങ്ങിനുള്ള റെസിപ്പികള്, അങ്ങനെ എന്ത് ഐഡിയാസ് കിട്ടിയാലും ഞാൻ എഴുതി വെക്കുന്ന ഒരു ഡയറി ആയത്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളൊക്കെ ഹായ് പറയുമ്പോൾ ഞാൻ ഒരു ഡയറിയിൽ എഴുതി വെക്കാറുണ്ടെന്ന്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ യൂസ് ചെയ്തിരുന്നത്, അതിനുവേണ്ടിയും ഇത് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇതേ കണ്ടോ, ഓരോ ദിവസത്തെ ഓരോരുത്തർ പറഞ്ഞത്. വ്ളോഗ് 13-ലാരുടെയൊക്കെ പറഞ്ഞു, 14-ലാരുടെയൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിരിക്കും. എഴുതി വെച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ. അതുണ്ട്. പിന്നെ കുറേ റെസിപ്പികൾ പെൻഡിങ് ഉള്ളതുണ്ട്, കുറേ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ വരുമ്പോൾ
ഇതിലാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്, അതിനുശേഷം അത് വീഡിയോ ആക്കുന്നത്. ഓക്കെ. ഇത് ഞാനന്ന് ഒരു ഇത് മേടിച്ചില്ലായിരുന്നു വണ്ടർ ഷെഫിന്റെ. അപ്പൊ ഞാൻ കാണിച്ചില്ലായിരുന്നു ഇതിനകത്തൊരു റെസിപ്പി ബുക്ക് ഉണ്ടെന്ന്. അത് ഇതുവരെ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല, അന്ന് ബാഗിൽ എടുത്തിട്ടതാ. ഇതും ബൈ ചാൻസ് ഡയറി കൊണ്ടുപോകാൻ മറന്നു പോകുമ്പോൾ, ബാഗിലിടാൻ മറന്നു പോകുമ്പോൾ കിട്ടുന്ന റെസിപ്പികൾ എഴുതി വെച്ചേക്കുന്ന ഒരു പേപ്പറാണ്. റെസിപ്പി ഇതും അത് തന്നെ സംഭവം കേട്ടോ. പേപ്പറുകൾ, റെസിപ്പികളുടെ പേപ്പറാണ്. റൂമാലുകൾ കുറേ കിട്ടുമേ. ഈ ഒരു സംഭവം കമന്റ് ഇട്ടതിൽ 100% ആൾക്കാരും പറഞ്ഞ ഒരു സംഭവം. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളയാ. എനിക്ക് ഇത്തിരി അഭിമാനം തോന്നി സത്യം പറഞ്ഞാൽ കേട്ടോ. ഇതെപ്പോഴും എന്റെ ബാഗിൽ കാണുന്ന ചെറിയൊരു ബൈബിളാ. ഇത് ഞാന് വീട്ടിലെ ആവശ്യത്തിന് വേറെ ഉണ്ട്, വായിക്കാൻ വേറെ ബൈബിളുണ്ട്. പക്ഷെ ഇത് ചെറിയ ബൈബിളല്ലേ, ഒതുക്കമുള്ള ബൈബിളാണ്. ഇടയ്ക്ക് ഇച്ചിരിയെങ്കിലും സമയം കിട്ടിയാൽ, എപ്പോഴും ഒന്നും ഓഫീസിൽ അങ്ങനെ ടൈം കിട്ടാറില്ല, വല്ലപ്പോഴും ഇത്രയെങ്കിലും സമയം കിട്ടിയാൽ ഇടയ്ക്ക് വായിക്കാമല്ലോ എന്നോർത്ത് കൊണ്ടുപോകാറുണ്ട്. പിന്നെ പലപ്പോഴും മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും വിഷമോ ടെൻഷനോ, നമ്മളെല്ലാരും മനുഷ്യരല്ലേ, എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. ഞാൻ നമ്മുടെ ബ്ലസ്സഡ് ലൈഫ് ബെൻസിസ് വ്ലോഗിൽ ഈ അടുത്ത ദിവസങ്ങളിൽ 2 വീഡിയോ ഇട്ടിരുന്നു. ഇവിടെയുള്ള പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക്, ഞാൻ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നില്ല, അതായത് ഒരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിൽ ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നവർക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു, നമ്മൾ ആരുടെയെങ്കിലും സങ്കടത്തിന് കാരണമാകാറുണ്ടോ, നമ്മളെ ആരെങ്കിലും സങ്കടപ്പെടുത്താറുണ്ടോ, ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മുടെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇത്രയും പ്രശ്നം, ബാക്കി ആർക്കും പ്രോബ്ലം ഇല്ലല്ലോ, ഇങ്ങനെ ചിന്തിക്കുന്നവരാണോ നമ്മൾ, അത് എങ്ങനെ അതിനെ നമുക്ക് തരണം ചെയ്യാം, അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് അങ്ങനെയുള്ള വിഷയങ്ങൾ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം അറിയിക്കുന്നുണ്ട്. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ മാനസികമായിട്ട് വിഷമം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇത് കുറച്ചു നേരം വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടും. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം. ചിലർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കാം, ചിലർക്ക് പ്രസംഗം കേൾക്കുമ്പോഴായിരിക്കാം, ചിലർക്ക് മറ്റുള്ളവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കാം സമാധാനം കിട്ടുന്നത്. എനിക്ക് സമാധാനം കിട്ടുന്നത് ഇത് വായിക്കുമ്പോഴാണ്. അപ്പോ അത് കഴിഞ്ഞു. പിന്നെ ടിഫിൻ ബോക്സ് ഉള്ളപ്പോ ഇതിനകത്തോ മറ്റേതിനകത്തോ ഒക്കെ ആയിരിക്കും ടിഫിൻ ബോക്സ്. ഇനിയിപ്പോ ഇത് തുറക്കാം. ഇത് കണ്ണാടിയുടെ, ഞാനിത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളേ. കാരണം ഇപ്പൊ അനേക വർഷങ്ങളായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമല്ലേ, അപ്പോൾ കമ്പ്യൂട്ടറിന് വേണ്ടി ഇപ്പോ വെച്ച് യൂസ് ചെയ്യുന്നതാ ഇത്. ഇടയ്ക്ക് ഞാൻ ഇത് വെച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. കുറെ പേര് പറഞ്ഞു നല്ല ലുക്ക് ഉണ്ടെന്ന്, കുറെ പേര് പറഞ്ഞു കണ്ണാടി ചേരുന്നില്ല ചേച്ചി, യൂസ് ചെയ്യണ്ടെന്ന്. എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ മാത്രം. വീണ്ടും ഒരു റൂമാല്. അതെന്താണെന്നറിയാമോ സംഭവം? ഓരോ ദിവസം ഓരോ റൂമാലാണ് കൊണ്ടുവന്നേ. അപ്പൊ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പഴയത് ബാഗിൽ തന്നെ കിടക്കും, പുതിയത് അടുത്തത് രാവിലെ എടുക്കും. അങ്ങനെയാണ് ഇപ്പൊ ഈ 3 എണ്ണം വന്നത്. ചിലപ്പോൾ 6, 7 ഒക്കെ കാണും. എടുക്കുന്ന റൂമാലി വെച്ചിരിക്കുന്നിടത്തത് തീരാറാവുമ്പോഴാണ് ഓർക്കുന്ന ബാഗിനകത്ത് കുറെ സ്റ്റോക്കായി, കഴുകണമെന്ന്. അപ്പോഴാണ് എടുത്ത് വാഷ് ചെയ്യുന്നത്. ഇപ്പൊ 3 എണ്ണമായേ. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട ഗേൾസിനൊക്കെ യൂഹിക്കാൻ പറ്റുന്നതാ പാഡുകളാണ്. ഇത് എല്ലാവരും, സ്ത്രീകൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ബാഗില്. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല. എന്റെ ഓഫീസിലുള്ള എല്ലാവരുടെ കയ്യിലും, ഫീമെയിൽസിന്റെ കയ്യിൽ എല്ലാവരുടെ ബാഗിലും ഇത് കാണും. അപ്പൊ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഒരാളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പരസ്പരം ഞങ്ങളത് ഷെയർ ചെയ്യാറുണ്ട്. ഒരു ഓറഞ്ച്, കുഞ്ഞി ഓറഞ്ച്. ഈ ഓറഞ്ചിന്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാമേ. അതാണ് ഈ കുഞ്ഞി ഓറഞ്ചുകൾ. ഞാൻ വിചാരിച്ചു അടുത്ത സാധനം കാണിക്കാം, അത് ലാസ്റ്റാ നമ്മുടെ, ബാക്കി തീർന്നേ. ഞാൻ വിചാരിച്ചു ഇത് കാണിക്കുമ്പോൾ ഇതെങ്കിലും നിങ്ങൾ പറയാതിരിക്കുന്നു, പക്ഷെ അതും പറഞ്ഞു എന്നുള്ളതാ. എന്താണെന്ന് മനസ്സിലായോ? ബാജിയൊക്കെ മേടിക്കാനുള്ള സഞ്ചിയാ.
ചിലപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും വലിയ കവറായിരിക്കും, ചിലപ്പോൾ ഇതാവുമ്പോൾ കുറച്ചുകൂടി ഒതുങ്ങിയിരിക്കും. ഇപ്പൊ കവറുകൾ നിർത്തിയല്ലോ, അതിൽ പിന്നെ സാധനം മേടിക്കാൻ എപ്പോഴും ബാഗിൽ ഇത് കാണും. ഞാൻ എപ്പോഴും എന്റെ വ്ളോഗിൽ പറയാറില്ല, ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത്, പിന്നെ ഇറങ്ങി പോകത്തില്ല, എല്ലാം കൂടെ ഒരുമിച്ച് മേടിച്ചുകൊണ്ട് വരുന്നു. ഇതെപ്പോഴും കാണും കേട്ടോ. ഇതില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്റെ പോക്ക, വീണ്ടും വീട്ടിൽ വന്നിട്ട് തിരിച്ചിറങ്ങി പോകണം എനിക്ക്. ഇതുപോലും ആരും വിട്ടില്ലെന്നുള്ളതാ. ഇത് പക്ഷേ 1 or 2 പേരെ പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ കാര്യം, വെജിറ്റബിൾ ബാഗിന്റെ കാര്യം. പിന്നെ എന്താ, ദേ ഒരെണ്ണം കൂടെ കിട്ടി. ഒരെണ്ണം കൂടെ ഉണ്ട്. അത് പൈസയൊക്കെ വെക്കാൻ ഈ സൈഡിൽ ഇതിനകത്ത് ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഉള്ള പൈസയൊക്കെ ഞാൻ ഇതിലാണ് വെക്കുന്നത്. ആവശ്യത്തിനുള്ളത് ഇതിനകത്ത് എപ്പോഴും എടുത്തിടും, അല്ലാതെ ബാക്കിയുള്ളത് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എല്ലാം കൂടെ ഒരിടത്ത് എടുത്തിട്ട് വെക്കത്തില്ല. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും വാളറ്റ് ഇതിനകത്ത് ഇല്ലേന്ന്. എന്റെ സാധാ പേഴ്സ് എന്ന് പറയുന്നത് ഇത്തിരി വലുതാ. സാധാരണ ഞാൻ അതാണ് ഇതിനകത്ത് ഇട്ടോണ്ടിരുന്നത് പൈസയൊക്കെ സൂക്ഷിക്കാനായിട്ട്. പക്ഷെ അതുകൂടെ വെക്കുമ്പോൾ ഭയങ്കര ഭാരമായിട്ട് തോന്നി. അതിനകത്ത് കുറെ കച്ചറ പിച്ചറ പേപ്പറുകൾ കുറെ ഉണ്ട് ആ പേഴ്സിനകത്ത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോ അതങ്ങ് മാറ്റി. കാരണം അത്രയും കൂടെ സ്ഥലം എനിക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് പേഴ്സ് മാറ്റി. അങ്ങനെയാണ് പൈസകളെല്ലാം ഇതിനകത്തോട്ടാക്കിയത്. അല്ലാതെ എവിടെയെങ്കിലും പോവുക, ബാഗ് ഇല്ലാതെ എവിടെയെങ്കിലും പോവുകയാണ്. അത് മാത്രമല്ല, ഇതിനകത്തുള്ള സാധനങ്ങൾ കുറെയൊക്കെ മാറ്റാൻ പറ്റുന്നത് മാറ്റാൻ പറ്റും. മാറ്റിയിട്ട് എവിടെയെങ്കിലും ബാഗ് കൊണ്ടുപോകേണ്ടതാണെന്നുണ്ടെങ്കിലും ഞാൻ ആ പേഴ്സ് ഇതിനകത്ത് ഇട്ടുകൊണ്ടാ പോകുന്നത്. അപ്പൊ ഇതാണ് എന്റെ വിലപ്പെട്ട സാധനങ്ങൾ എന്റെ ബാഗിലെ. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ഗോഡൗൺ തന്നെയാണ്, കണ്ടില്ലേ എന്തൊക്കെയാണെന്ന്. അപ്പൊ നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ്, നിങ്ങൾ ഇത് ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എനിക്ക് അറിയാനൊരു ആകാംക്ഷയുണ്ട്, നിങ്ങൾ പ്രതീക്ഷിച്ച എന്തെങ്കിലും ഇതിൽ ഇല്ലയോ എന്ന് എനിക്ക് അറിയാനൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. എന്താണോ ഉള്ളത് അത് അതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്നെ അധികം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കുറെ കൂടെ ഒക്കെ പ്രതീക്ഷിച്ച് കാണും. പിന്നെ പലരും പറഞ്ഞു കുട, അത് ശരിയാണ്, മഴ സമയത്ത് ഞാൻ കുട ബാഗിൽ വെക്കാറുണ്ട്. ആ ഒരു 3-4 മാസം കണ്ടിന്യൂസ് ബാഗിൽ കാണും. പിന്നെ വെള്ളം ഞാൻ കൊണ്ടുപോകാറില്ല ഓഫീസിൽ. എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, വേറെ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ വെള്ളം കരുതും. ഓഫീസിൽ പോകുമ്പോൾ മാത്രം ഞാൻ വെള്ളം കൊണ്ടുപോകാറില്ല, കാരണം ഓഫീസിൽ വെള്ളമുണ്ട്, പ്രോബ്ലം ഇല്ല. പിന്നെ എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞത്? ബാക്കി എല്ലാം ഉണ്ട് നിങ്ങൾ പറഞ്ഞത്. പിന്നെ ഇപ്പൊ കാണിക്കുമ്പോൾ ഞാൻ ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഒന്നുമില്ല. എന്തായാലും കമന്റ് ഇട്ട് അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.